എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമുത്തരാർത്ഥം അധ്യായം 61 ശ്ലോകം 37, 38, 39, 40. 4 ശ്ലോകങ്ങളെ നിന്നുള്ളൂ. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 61ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ ബലരാമസ്വാമി ക്രോധം സഹിക്കാൻ വയ്യാതെ രുക്മിയെ വധിക്കണം. വഞ്ചനയിൽ കൂടെ ജയിക്കാൻ നോക്കുകയാണ്. കളവ് പറഞ്ഞു 2 പ്രാവശ്യം ബലരാമസ്വാമി ജയിച്ചിട്ടും ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് നിന്നു. അശരീരി വാക്ക് കേട്ടു, അതിനെ മാനിച്ചില്ല. പിന്നെയും പറഞ്ഞ് ബലരാമസ്വാമിയെ പരിഹസിക്കാനായിട്ട് നോക്കിയ സമയത്ത് പിന്നെ ആക്ഷേപിക്കുകയാണ്. പിന്നെ അതും കൂടി കേട്ടപ്പോ ദേഷ്യം വന്നു. കൂടെയുള്ള രാജാക്കന്മാരുടെ പരിഹാസം. ഭഗവാൻ അദ്ദേഹത്തിന്റെ ആയുധമായിട്ടുള്ള ഫലമല്ല എടുത്തത്, ഓലക്ക അങ്ങോട്ട് എടുത്തു. ഓലക്ക എടുത്തിട്ട് അടിച്ച് രുക്മിയെ വധിച്ചു എന്ന് പറഞ്ഞു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയൽ ക്രുദ്ധോ യോഹസൽ വിവൃതേർദ്വിജയ്. പല്ലുകള് മുഴുവനും അങ്ങോട്ട് പുറത്തു കാട്ടി ആ ബലരാമനെ പരിഹസിച്ച ആ കലിംഗരാജാവിനെ അങ്ങോട്ട് പീഡിച്ചു. കലിംഗരാജാവ് ഓട്ടി. രുക്മിയെ കൊന്നത് കണ്ടപ്പോ പേടിച്ച് ഓടി. ബലരാമൻ പിന്നാലോടി. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴേക്കും വീണ്ടും പിടിച്ചിട്ട് എന്താ ചെയ്തത്? പല്ല് മുഴുവൻ കാണിച്ചിട്ടല്ലേ ചിരിച്ച്. ആ പല്ല് മുഴുവൻ അടിച്ച് കൊഴിച്ചു ദേഷ്യം വന്നിട്ട്. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോ രുധിരോക്ഷിത രാജാനോ ദുദ്രൂർഭീത ബലേന പരിഘാർത്തിത. രുക്മിയുടെ സംഘകാരായിട്ടുള്ള മറ്റു രാജാക്കന്മാര് അവരും ഓടാൻ തുടങ്ങി. ബലരാമൻ അവരെയൊക്കെ പിടിച്ചു അടിച്ച് ഓരോരുത്തരുടെ കൈകളും തൊടകളും ശിരസുകളും ഒക്കെ മുറിഞ്ഞ് ദേഹം മുഴുവനും രക്തം പുരണ്ടവരായി. എല്ലാവർക്കും അടി കിട്ടി. എല്ലാവരും ഓടാൻ പറ്റിയില്ല, രക്ഷപ്പെടാൻ പറ്റിയില്ല ഭഗവാന്റെ കയ്യിൽ നിന്ന്. എല്ലാവർക്കും അടി കിട്ടി. എല്ലാവരുടെ ശരീരം നുറുങ്ങി വേദനിച്ച് രക്തം വന്ന് ഒരു നിവൃത്തിയില്ലാതെ അവര് ഓട്ടി. പല ദിക്കിലേക്കായിട്ട് അവര് പാഞ്ഞുപോയി. നിഘതേ രുക്മിണി സ്യാലേ നാപ്രവീൽ സാധു അസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗ ഭയാൽ ഹരി. ശ്രീ ശിവപ്രമേഷ് പറഞ്ഞു, രാജാവേ, രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മിയെ ഇങ്ങനെ ബലരാമൻ സംഹരിച്ച സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ടെന്നാ നന്നായി കൊന്നത് അയാളെ പറയുമ്പോ രുക്മിണിക്ക് ഇഷ്ടാവില്ലല്ലോ. എന്നാലോ നന്നായില്ല, അത് ശരിയായില്ല കേട്ടോ ഏട്ടാ എന്ന് പറഞ്ഞാ ബലരാമേട്ടനും ഇഷ്ടാവില്ല. അപ്പൊ ഒന്നും മിണ്ടണ്ട, ഒന്നും പറയാണ്ടിരുന്നു. അങ്ങനെ ഒന്നിലും ഭയമില്ലാത്ത ഭഗവാൻ ലോകരീതിയെ അഭിനയിച്ചു. അങ്ങനെയാണല്ലോ ബാക്കി സാധാരണക്കാര് പറയാം, ഒന്നും മിണ്ടാണ്ടിരിക്കാതെ ഭേദം. അങ്ങനെ അതുപോലെ തന്നെ ഭഗവാൻ ഇരുന്നു. തതോ നിരുദ്ധം സഹസൂര്യയാവരം രഥം സമാരോപ്യയു കുശസ്ഥലീം രാമാദയോ ഭോജഗടാൽ ദശാർഹ സിദ്ധാഖിലാർത്ഥ മധുസൂദനാശ്രയാ. ഭഗവാൻ ശ്രീഹരിയെ ആശ്രയിച്ചവർക്ക് അനായാസേന സകല കാര്യങ്ങളും സാധിക്കും എന്നുള്ള മംഗളാശംസ ചെയ്തുകൊണ്ട് അധ്യായത്തെ സമർപ്പിക്കുകയാണ്. ആ നവവധുവായ രോചനയെയും വരനായ അനിരുദ്ധനെയും രഥത്തിൽ കയറ്റി യാദവന്മാര് ബലരാമസ്വാമി കൂടിയിട്ട് യാദവന്മാരെല്ലാവരും ആ ഭോജകടം എന്ന രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് അത് ദ്വാരകാപുരിയിൽ കൊണ്ടുപോയിട്ട് ഗംഭീര വിവാഹം നടത്തി. രണ്ടുപേരുടെ, അനിരുദ്ധന്റെയും രോചനയുടെയും. അപ്പോ ശത്രുവധം,
പൗത്ര വിവാഹം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഒരു പ്രയാസം കൂടാതെ ആ യാദവന്മാർക്ക് സാധിച്ചത് എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും സർവാത്മന ശ്രീഹരിയെ ആശ്രയിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇങ്ങനെയെല്ലാം സാധിച്ചത് എന്നത് പ്രത്യേകം പറയണം. അങ്ങനെ ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാവർക്കും അതുകൊണ്ട് ഗുണം മാത്രമേ വരുള്ളൂ, എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നതാണ് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 61-ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.